നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. എല്ലാ ദൈവമക്കളെയും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു വചനമാണ്. നിയമാവർത്തന പുസ്തകം 32:10. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവരെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ലോകം മുഴുവൻ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. എപ്പോഴും പ്രതിസന്ധിയും രോഗത്തിൻ്റെയും സഹനത്തിൻ്റെയും തകർച്ചയുടെ നടുവിൽ കർത്താവ് പ്രത്യാശ നൽകുന്നവനാണ്. വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരിപ്പുണർന്നെന്ന വചനം പഠിപ്പിക്കുന്നത്. ഈശോയുടെ ദൈവമക്കളെ, ഒരുപക്ഷെ തകർന്നുപോയ കുടുംബങ്ങളുണ്ട്. സാമ്പത്തിക ബാധ്യതയാല്, പ്രിയപ്പെട്ടവരുടെ വേർപാടിനാല്, രോഗം ബാധിച്ച് അസ്വസ്ഥപ്പെട്ട് അതിൻ്റെ അനന്തര ഫലത്താൽ സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് തകർന്ന മക്കളോട് യേശുവിന്റെ നാമത്തിൽ പറയുക, യെശയ്യാ 43:5 വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, വലതുകരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണേ, ഈ കാലയളവില് പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിള് പഠിപ്പിച്ചിട്ടില്ല ലോകമുണ്ടാകത്തില്ലെന്ന് പഠിപ്പിച്ചിട്ടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ ബൈബിൾ ഈശോ പഠിപ്പിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, ലോകത്തില് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവൻ, ഞാനിതാ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. കേൾക്കണേ, ഞാൻ ഇതാ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവിൻ. ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ആദ്യമേ പറയാം, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ഭയപ്പെട്ടിരിക്കുന്നവരും വേദനിക്കുന്ന മക്കളോടും ഒരു കാര്യം ഞാൻ പറയാം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. സഭയുടെ ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതാണ്. ഏകദേശം 18ഓളം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് വിശുദ്ധ അന്തോനീസ്. വിശുദ്ധ അന്തോനീസ് പുണ്യാളുടെ ജീവചരിത്രത്തിൽ, അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് 26-ാമത്തെ വയസ്സിൽ പട്ടം കിട്ടി, 36 വയസ്സുവരെ 10 വർഷക്കാലം മാത്രം ശുശ്രൂഷ ചെയ്ത് ഇന്നും സഭയിൽ അനന്തരഫലമായി ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ക്രിസ്തുവിന്റെ വിശുദ്ധനായ വിശുദ്ധ അന്തോനീസ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്നാട്ടാ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വിശുദ്ധയുണ്ട്, വിശുദ്ധ ജർമ്മൈൻ. ജർമ്മൈൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സഹനത്തിന്റെ ജീവിതമാ. ഇത് ഞാൻ ഈ കേൾക്കുന്ന ഈ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില മക്കളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവമേ, പ്രാർത്ഥിക്കുന്നവർ മരിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ വേദനയുണ്ടാകുന്നു, അതെന്തുകൊണ്ടാ? അത് ഞാൻ തിരുത്താൻ വേണ്ടി ഈ വചനം പറയുന്നത്. ദൈവമക്കളെ, മനസ്സിലൊന്ന് കുറിച്ചിട്ടോണേ, സഭയുടെ ചരിത്രത്തില് വിശുദ്ധന്മാരുടെ എല്ലാം ജീവിതത്തില് സഹനത്തിന് നാളുകളിലൂടെ, സഹനത്തിന് തീച്ചുകളിലൂടെ കർത്താവ് അവർ ഉരുക്കി വാർത്തിട്ടുണ്ട്. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് ഒരു വചനമുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങള്, എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ദൈവനാമത്തില്, അത് വൈദികരായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, അൽമായരായിക്കോട്ടെ, കുടുംബജീവിതക്കാരായിക്കോട്ടെ, യുവതിവാക്കന്മാരായിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, ബാലിക ബാലന്മാരായിക്കോട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളായിക്കോട്ടെ, കർത്താവിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമത്തില് ശുശ്രൂഷിക്കുന്ന മക്കളെ, പ്രാർത്ഥിക്കുന്ന മക്കളെ, ഇവിടെ വചനം പഠിപ്പിക്കുക, എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. അടുത്ത് നിന്റെ ഹൃദയം അപക്രമം അചഞ്ചലവുമായിരിക്കട്ടെ. അടുത്തത്, ആപത്തിൽ നീ ആട്ടിപ്പതറരുത്. ഒരു ആപത്ത് വരുമ്പോ, ഒരു സഹനം വരുമ്പോ, ഒരു രോഗം വരുമ്പോൾ, പ്രിയപ്പെട്ടവർ വേർപാട് വരുമ്പോ നീ അടിപതറരുത്. വിശുദ്ധ ജർമ്മൈൻ എന്ന് പറയുന്ന മകളുണ്ട്, ഒത്തിരി സഹിച്ച മകളാ. സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി അമ്മ ചെറുപ്പത്തിലെ മരിച്ചു. 2ാം അമ്മയാ.
ക്രൂരമായ പീഡനങ്ങളാ, മാനസിക പീഡനങ്ങള്, ശാരീരിക പീഡനങ്ങള്. മിക്കവാറും ഈ മകള് കിടക്കുന്ന എവിടെയെന്നറിയാമോ? പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ചോണം, കാലിത്തൊഴുത്തിലാ, പശുവിന്റെ കൂട്ടിലാ കിടക്കണത്. പാവപ്പെട്ട മകള്. പക്ഷേ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, ഭാവികൾക്ക് വേണ്ടി. ഈ കലുത്തൊഴുത്തില് യൂറോപ്പില തണുത്ത രാത്രി കിടക്കുമ്പോ ഈശോയെ ഈ സഹനമുണ്ടല്ലോ, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചെന്ന് പറഞ്ഞ് മകള് പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയി ദിവ്യകാരുണ്യനാഥനെ പോയി കാത്തിരുന്ന് പ്രാർത്ഥിച്ച്, ഒളിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച്, ഞാൻ പള്ളി പൊട്ടിയിടുമ്പോ പുറത്തിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ആരും അറിയാതെ പോയി കലുത്തൊഴുത്തി നിൽക്കും, പണികൾ ചെയ്യും. ഈ മകള് 21-ാമത്തെ വയസ്സിൽ രോഗിയായിട്ട് ഈ ലോകത്തിൽ നിന്ന് വേർപെടുക. ആരും അറിയത്തില്ല ഈ മകളൊരു വിശുദ്ധയാണെന്ന്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു. 46-ാമത്തെ വയസ്സ് വർഷം കഴിഞ്ഞപ്പോൾ, 46 വർഷം കഴിഞ്ഞപ്പോൾ ഈ മകളെ അടക്കിയിരിക്കുന്ന കല്ലറ പൊട്ടിച്ചിട്ട് അടുത്തൊരാൾ അടക്കാൻ വന്നപ്പോഴാണ് 4.5 കിലോമീറ്റർ പരിശുദ്ധ അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായ റോസാപ്പൂവിന്റെ മണം 4.5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പരക്കാൻ തുടങ്ങി. ഇവർ ഈ കല്ലറ പൊട്ടിച്ചപ്പോൾ നോക്കിയപ്പോൾ ഒരു അത്ഭുതം കാണുക. ആ പെട്ടിക്ക് പോലും ഒരു കേടില്ല, ഈ ശരീരത്തിന് ഒരു കേടില്ല, അതായത് അണിയിച്ചിരുന്ന വസ്ത്രത്തിന് കേടില്ല. അതായത് 46 വർഷം കഴിഞ്ഞിട്ട് മരിച്ചിട്ടും ആ ശരീരത്തെ പുഴു തൊട്ടില്ല. ഇന്നും ആ മകളുടെ ശരീരം അഴുകാതിരിപ്പുണ്ട്. സഹനത്തിന് തീച്ചൂളയിലൂടെ വിടുന്ന വചനപടി പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുക, അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. അടുത്ത വചനം ശ്രദ്ധിച്ചോണേ, മനസ്സിലൊന്ന് കേട്ടി ശ്രദ്ധിക്കണേ. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന് ചൂള. കേട്ടോണേ, സഹനത്തിന് ചൂളയില കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരെ ഈശോ വിടുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ടാ ദൈവമക്കളെ, ഇതൊരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാ. നെല്ലും പതിരും ദൈവം വേർതിരിക്കുന്ന കാലഘട്ടമാ. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ഈ ഭൂമിയിൽ വന്നത് വാളുകൊണ്ടാ. വാളെന്ന് പറയുന്നത് വിഭജനമാ. ഒന്ന് ദൈവപക്ഷത്ത് നിൽക്കുന്നവര്, സാത്താന പക്ഷത്ത് നിൽക്കുന്നവര്. ദൈവപക്ഷത്ത് നിൽക്കുന്ന കൃപയുടെ മക്കളും സാത്താന പക്ഷത്തും, അത് രണ്ടിലൊരു പക്ഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയില് അമ്മ മാതാവ് പറയുന്നുണ്ട്, ലാസുലറ്റായി പറയുന്നുണ്ട്, ദൈവമക്കളെ കരുതിയിരിക്കണം. പിശാചിന്റെ ഒന്നെങ്കിൽ പക്ഷത്ത്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവന്റെ തിരുഹൃദയമായ എൻ്റെ പ്രിയപ്പെട്ട മകന്റെയും എൻ്റെ വിമല ഹൃദയത്തിന്റെ പക്ഷം. രണ്ടിലൊന്ന് പക്ഷമേ ഉള്ളൂ. ഇത് വേർതിരിവിന്റെ കാലഘട്ടമാ. നല്ലതും ചീത്തയും വേർതിരിക്കുന്നതാ. ദൈവ ശുശ്രൂഷകളെ ദൈവം ഉരുക്കി വാർക്കുന്നതാ. ദൈവം വിഭജിക്കുക. ഒന്ന്, ഈ സഹനത്തിന് നാളുകളില്, ലോകത്തിന് നാളുകളില്, പ്രത്യേകിച്ച് ആത്മീയ പ്രതിസന്ധി വരുന്ന കാലഘട്ടത്തില്, ദൈവമേ നീ എന്നെ ഞങ്ങളെ മറന്നു പോകുന്നത്. ദൈവ സാന്നിധ്യം ചിലർക്ക് അനുഭവിക്കാതെ വരുമ്പോൾ, ഒരു ആത്മീയ മരവിപ്പുണ്ടാകുമ്പോൾ, ദൈവമക്കളെ പതറരുത്. ഇതൊരു പരീക്ഷണത്തിന്റെ കാലഘട്ടമാ. ഇതിനു ശേഷം, ഈ സഹനത്തിനു ശേഷം, ഈ പീഡാനുഭവത്തിനു ശേഷം ഒരു ഉയർപ്പ് ശനി, ഒരു ദുഃഖശനി കഴിഞ്ഞിട്ട് ഒരു ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടണ്ട, മറിച്ച് ആത്മാവിന് ശരീരത്തെ നരകത്തിലേക്ക് അയക്കാൻ കഴിയുന്നവരെ ഭയപ്പെടുവിൻ. അതുകൊണ്ട് ആ വാക്ക് പറയാം, മക്കളെ, ഈ രോഗത്തെ നിങ്ങൾ ഭയപ്പെടരുത്. ഇത് ശരീരത്തെ വേണേ കൊല്ലാം, അല്ലെങ്കിൽ ശരീര അവയവങ്ങളെ കൊല്ലാം, ഒരുപക്ഷെ ആത്മാവിനെ കൊല്ലാൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാ ദൈവമക്കളെ, വിശുദ്ധരുടെ ജീവിതത്തിൽ അവരൊന്നിനെയും ഭയപ്പെട്ടവരല്ല. വിശുദ്ധ തോമസ് മൂർ അൽമായ വിശുദ്ധനാ. ഈ വിശുദ്ധന്റെ ചരിത്രം എന്നാ? ഭാര്യയും മക്കളുമൊക്കെ തള്ളിപ്പറയാൽ അവസാനം രാജാവിന് വേണ്ടി നിലപാടെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുമ്പോൾ, ഇല്ല, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി, സത്യവചനത്തിന് വേണ്ടി നിലപാടെടുത്തതിന് പേരിൽ ജയിലിൽ നിന്ന് വലിച്ചൊടിച്ചോണ്ട് വരുമ്പോൾ ആരച്ചാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റും, രാജാവിൻ്റെ പക്ഷത്ത് നിന്നാൽ മതിയില്ലേ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിരിച്ചില്ല, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഭാര്യ അവസാന സമയത്ത് ഈ തോമസ് മൂറിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ദൈവത്തെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി, ഈശോയെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി, ആയുസ് നീണ്ടിക്കിട്ടും,
അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ ഞാൻ ഇനി ജീവിച്ചിരുന്നാൽ ഏറിയാൽ 15-20 വർഷം, അത് കഴിയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധി പോകേണ്ടതാ. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ശുദ്ധീകരണ സ്ഥലമില്ലാതെ എനിക്ക് നേരിട്ട് പോകാൻ ദൈവം ഒരുക്കുന്നതാണ് സഹനത്തിന്റെ തീച്ചൂള. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുക, കഴുത്ത് വെട്ടാൻ തുടങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് താടി പൊക്കിയിട്ട് പറയുക, ചിരിച്ചുകൊണ്ട് മരിച്ച വിശുദ്ധനാ വിശുദ്ധ തോമസ് മൂർ, എന്റെ താടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വാളെ വേഗം വാ, കാലെ വേഗം നടക്കെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മരിച്ച വിശുദ്ധ തോമസ് മൂറിനെ പോലുള്ള ആത്മായ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ സഹനത്തിന് തീച്ചൂളയാ. ഹല്ലേലൂയ പറഞ്ഞേ, അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ ഒരുപക്ഷെ രോഗത്താല്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാല് നിങ്ങൾ ഭയപ്പെടരുത്, പതറരുത്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിക്കണം. ഈ പ്രതിസന്ധിയിൽ പിശാചിന്റെ ഒരു കെണി എന്നറിയാമോ? ആത്മീയ പിതാക്കന്മാര് പറയണത്, പിശാച് ഒരു ദൈവമകനെ, ഒരു വ്യക്തിയെ തകർക്കുന്ന എങ്ങനെയെന്നറിയോ? ഭയം. ഭയം പിശാചിൻ്റെതാ. ശ്രദ്ധിക്കണേ, ഭയം പിശാചിൻ്റെതാ. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന ഒരു വാക്കുണ്ട്, പിശാച് എന്ന് പറയുന്നത് കെട്ടിയിട്ട ഒരു നായാണ്, കെട്ടിയിട്ട് കുരയ്ക്കുന്ന ഒരു പട്ടിയാണ് പിശാച്. അവനെ നിങ്ങൾ ഭയപ്പെടരുത്, അവനെ കെട്ടിയിട്ടിട്ടുണ്ട്. അവന്റെ കോമ്പൗണ്ടിൽ കയറിയാലേ അവൻ കടിക്കത്തുള്ളൂ, ഇല്ല ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധ തോമസ് മൂർ പറയുന്നത്, പിശാചിനെ നിങ്ങൾ എപ്പോഴും പരിഹസിക്കണം. അമ്മ തൃശ്യ പറയണത്, സാത്താനെ നിങ്ങൾ അവജ്ഞയോടെ പരിഹസിക്കുമ്പോൾ അവന് നാണക്കേടാ. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജെറോം പുണ്യവാളൻ, സഭാപിതാവ. അദ്ദേഹം വലിയ കൃപയുള്ള മനുഷ്യനാ, പരകൃതയ ജ്ഞാനമുള്ള വിശുദ്ധനാ. ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക. ശബ്ദം എന്നറിയാമോ? ഭയങ്കര രാത്രി, അർദ്ധരാത്രിയിൽ ഒരു ശബ്ദം. അദ്ദേഹം കണ്ണു തുറന്നു നോക്കും, അദ്ദേഹത്തിന് കാണാം ജനലില് ഒരു കുട്ടിപ്പിശാച് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഉടനെ വിശുദ്ധ ജെറോം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ആണോ? ഞാൻ ഓർത്ത് എലിയാണെന്ന്. നാണം കിട്ടുപോയി. അതുകൊണ്ട് ദൈവമക്കളെ, രോഗം വരുമ്പം പറയണം, എന്നെ രോഗത്തിന് തൊടാൻ പറ്റും, പക്ഷെ പാപത്തിന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. രോഗം വരുമ്പോ, ഈശോയെ നിന്റെ ഹിതമല്ലാത്ത എടുത്തു മാറ്റണം. ഈ രോഗമുണ്ടല്ലോ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാവിന് വേണ്ടി, മർദ്ദിത സഭയ്ക്ക് വേണ്ടി, പൗരോഹിത്യത്തിന് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി ഈ രോഗം, ഈ തകർച്ച, ഈ കഷ്ടത, ഈ വേദന ഞാൻ കാഴ്ചവെച്ചു എന്ന് പറയുമ്പോഴല്ലോ, ഇത് പിശാച് തരുന്ന രോഗമാണെങ്കിൽ അവന് മനസ്സിലാകും, ഇവളെ രോഗം തന്നാൽ ഇവളെ തൊടാൻ പറ്റില്ല, ഇത് നരകത്തിന് നഷ്ടവും സ്വർഗത്തിന് നേട്ടമാ. അതുകൊണ്ട് ആ വിശുദ്ധരെ സാത്താന് തൊടാൻ പറ്റില്ലാത്തത്. അവർക്ക് രോഗം വരുത്തി, ഭയപ്പെടുത്താൻ നോക്കി, കഷ്ടതയുടെ തീച്ചൂളെ കൊണ്ടുപോയി ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി നിർത്തി. പക്ഷെ അവർ ഭയപ്പെട്ടില്ല. കാരണം 1 യോഹന്നാൻ 4:1, ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ക്രിസ്തുവേശു തങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹാസപാത്രമായി നീ താഴെ ഇറങ്ങാൻ പറയുമ്പോൾ പോലും അദ്ദേഹം ഒന്നും മിണ്ടാതെ എനിക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അപമാനിക്കപ്പെട്ട് കുരിശിൽ കിടക്കുന്ന ഉദ്ധിതനാ, കുരിശ് മരിച്ചു കഴിഞ്ഞ് ഉദ്ധാനം ചെയ്ത ഈശോ ചങ്കിനകത്തിരിക്കുന്നവര് ഒരിക്കലും ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാ അൽഫോൻസ പുണ്യവതി മരിക്കുന്നതിന് മുമ്പ് പറയുന്നത്, മരിക്കാൻ വരുന്ന സമയം, മരിക്കുന്ന തുടങ്ങുന്നതിന് മുമ്പ് പറയുക, അയ്യടാ നല്ല ശേലായി, അയ്യടാ നല്ല ശേലായി. ഈശോയുടെ മക്കളെ, വിശുദ്ധർ, അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെ സന്തോഷിക്കുക. ഞാൻ ഈ കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, കുർബാന സ്വീകരിച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഒന്നാമത്തെ കാര്യം ചോദിക്കും, ഈശോയെ ചിരിച്ചുകൊണ്ട് ആനന്ദിച്ച് മരിക്കാൻ കൃപ തരണം. എൻ്റെ മരണസമയത്ത് നരകത്തിന് അസ്വസ്ഥത ഉണ്ടാകണം, സ്വർഗത്തിന് ആനന്ദമാകണം. എൻ്റെ മരണം സഭയ്ക്കും ദേശത്തിനും സഭാമക്കൾക്കും സ്വർഗത്തിനും ഒരു അഭിഷേകമായി മാറണം. വിശുദ്ധരൊക്കെ നമുക്കറിയാം, സഭയിലെ വിശുദ്ധരുടെയൊക്കെ ചരിത്രം എടുത്തേ. വിശുദ്ധ കൊച്ചുനെല്ലി ഒത്തിരി ഇഷ്ടപ്പെട്ട വിശുദ്ധയാ. ജീവിച്ചത് 4.5 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 3 വയസ്സ് വരെ എല്ലാ ദിവസവും അമ്മ ഒക്കത്തെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകും. 3-ാമത്തെ വയസ്സിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി യോഗ്യതയോടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചതെങ്കിൽ കൊച്ചുനെല്ലി കൊച്ചു ഓടി വന്നിട്ട് ആ അമ്മച്ചിയെ, ചേച്ചിയെ ചേട്ടൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയും, ഈശോ ഇന്ന് സ്നേഹത്തോടെ അങ്കിളുടെ ഹൃദയത്തിലുണ്ട്.
ഒരു വ്യക്തി അയോഗ്യതയോടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചെങ്കിൽ കൊച്ചുനെല്ലി പറയും, ഈശോ വേദനിക്കുന്നു കേട്ടോ. ഈ മകളുടെ അസാധാരണമായ കൃപ വെളിപ്പെടാൻ തുടങ്ങി ദേശത്ത്. ഒരിക്കൽ അഭിമന്യ പിതാവ് ബലിയർപ്പിക്കാൻ വരുമ്പോൾ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന പറന്നു ചെന്നിട്ട് കൊച്ചുനെല്ലി എന്ന് പറഞ്ഞാൽ ഈ 3-3.5 വയസ്സുള്ള കൊച്ചിൻ്റെ മുമ്പിലേക്ക് വന്ന് നിന്നു. പിതാവ് ആ കുർബാന വീണ്ടും അവിടെ പോയി എടുത്ത് അവിടെ നാവിലേക്ക് വെച്ചു. പിതാവിന് മനസ്സിലായി ഈ കൊച്ചിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അഭിമന്യ പിതാവ് ഈ കൊച്ചു പെൺകുട്ടിക്ക് 3.5 വയസ്സിൽ ആദ്യ കുർബാന കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഈ മകള് ആദ്യ കുർബാന സ്വീകരിച്ച് 4-ാമത്തെ വയസ്സിൽ വൈകിട്ട് കട്ടിലിൽ കിടന്നു. വിശുദ്ധയായ മകളാ, കൊച്ചാ. കട്ടിലിൽ നിന്ന് വീണ് നടുവങ്ങ് ഒടിഞ്ഞു പോയി. പിന്നെ 6 മാസം കൂടെ ജീവിച്ചുള്ളൂ. പക്ഷേ വിശുദ്ധ കുർബാന ഈ മകളുടെ നാവി പറന്നു വരുമായിരുന്നു. 4.5 വയസ്സിൽ ഈ മകൾ മരിച്ചു. 119 വർഷം കഴിഞ്ഞിട്ട് ഈ മകളെ അടക്കിയിരിക്കുന്ന കല്ലറ പൊട്ടിച്ചപ്പോ ഇന്നും വിശുദ്ധ കൊച്ചുനെല്ലിയുടെ ശരീരം അഴുകാതിരിപ്പുണ്ട്. കത്തോലിക്ക സഭയിൽ ഭയങ്കര കൃപയുള്ള ഒരു വിശുദ്ധയാണ്. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കേൾക്കുന്ന മക്കളെ, ഈ 4.5 വയസ്സ് എന്തിനാ കർത്താവ് കൊണ്ടുപോയത്? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കണത്. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കോവിഡ് ബാധിക്കപ്പെട്ട് മരണമടഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരി അപ്പന്മാരും അമ്മമാരും ഉണ്ട്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മരണത്തെ ഓർത്ത്, മക്കളുടെ മരണത്തെ ഓർത്ത്, മാതാപിതാക്കളുടെ മരണത്തെ ഓർത്ത് വേദനിക്കുന്ന അനേകം വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, നൽമരണത്തിന് മധ്യസ്ഥനാണ് ഔസേപ്പിതാവ്. ഈ ഔസേപ്പിതാവ് മരിക്കുന്ന സമയം അറിയാലോ. ഈശോ മിശിഹായുടെ മടിയിൽ കിടന്ന് നൽമരണത്തിന് മധ്യസ്ഥനായ ഔസേപ്പിതാവ് മരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്ന വിശുദ്ധയായ പരമപരിശുദ്ധയായ പരിശുദ്ധ അമ്മ തൊട്ടടുത്ത് നിൽക്കുക, മാലാഖമാര് നിൽക്കുക. മരണത്തിന് മേൽ ആധിപത്യമുള്ള ലാസറേ കബറിടത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയപ്പോ ചീഞ്ഞളിഞ്ഞ് മണം വെച്ചിരുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലില്ലേ, മണം വെച്ചിരുന്ന് കയ്യും കാലും ബന്ധിക്കപ്പെട്ടിരുന്ന 4-ാം ദിവസമായി ശരീരം ചീഞ്ഞു തുടങ്ങിയ ലാസറിനെ ഉയർപ്പിച്ച ഈശോ, വിധവയുടെ മകനെ ഉയർപ്പിച്ച ഈശോ, അത്ഭുതം അടയാളം ചെയ്ത ഈശോ, തന്റെ പ്രിയപ്പെട്ട വളർത്തപ്പായ യൗസേപ്പ് പിതാവിന്റെ മരണം എന്തുകൊണ്ട് തടഞ്ഞില്ല? നിങ്ങൾ ചിന്തിക്ക്. പരിശുദ്ധ അമ്മയ്ക്ക് തടയാമായിരുന്നില്ല. അമ്മ പറഞ്ഞാൽ ഇത് വേണ്ടത് വെക്കത്തില്ലേ? പക്ഷെ അമ്മ പറഞ്ഞില്ല. ഈശോ അപ്പൻ മടിയിൽ കിടക്കുമ്പോ ഈശോയ്ക്ക് വേണേ, പിതാവേ എന്റെ അപ്പായിക്ക് ഈശോയുടെ ആയുസ് നീട്ടുന്നോ? ദൈവം ഒരാളെ വിശുദ്ധരായി പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം വിളിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയത്താ. എന്റെ ഈശോയുടെ മക്കളെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലെ വിശുദ്ധന്മാരുടെ ജീവിതത്തിലെല്ലാം ഞാൻ കണ്ടിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട വിശുദ്ധരെല്ലാം 50 വയസ്സിൽ താഴെ പോയവരാ. അവര് ഭാവികളായിട്ടല്ല, അവരെ ദൈവം കൊണ്ടുവന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ഈശോ അവരെ വിളിച്ചുകൊണ്ടുപോയി സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പരിശുദ്ധ തൃത്വത്തിനടുത്തിരുന്ന് ബാധ്യസ്ഥം വഹിക്കാൻ അതുകൊണ്ടാ ചില കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ട്. 3 കുഞ്ഞിലെ 2ാമത്തെ കുഞ്ഞിനെ കർത്താവ് കൊണ്ട്, അതിനെക്കുറിച്ച് കർത്താവ് എനിക്കൊരു ബോധ്യം തന്നത് എന്നറിയാമോ? തോമസേ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ കുഞ്ഞിനെ കർത്താവ് കൊണ്ടുപോയതാ. അതാ കൊച്ചു കുഞ്ഞുങ്ങളെ ഈശോ കൊണ്ടുപോകുന്നത് നമുക്ക് വേണ്ടി. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ തന്റെ പ്രിയപ്പെട്ടവരെ ദൈവം കൊണ്ടുപോകും. അതേ സമയത്ത് പാപത്തിൽ ജീവിക്കുന്നവനെ സാത്താൻ കൊണ്ടുപോകും. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ശരീരം നമ്മൾ കേട്ടില്ലേ, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടരുത്. ശരീരത്തെ ആത്മാവിനെ കൊല്ലാൻ കഴിവുള്ള അന്ത്യവിധിക്ക് വിധിയാളനായ ഈശോ, ഞാനും നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ചെന്ന് നിൽക്കുന്നത് വേറെ ആരുടെ മുമ്പിലല്ല, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുയേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചങ്കറപ്പോടെ നിൽക്കണമെങ്കിൽ ദൈവമക്കളെ, ഒരു വിശുദ്ധ ജീവിതം, വേർപാടിന്റെ ജീവിതം, ലോകത്തെ കെട്ടുപിടിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അഭിഷേകം വേണം.